ഹലോ എവ്രി വൺ, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ നിങ്ങളുമായി ഒരു ക്രാഫ്റ്റ് വീഡിയോ ആണ് ഷെയർ ചെയ്യാൻ പോകുന്നത്. നമ്മുടെ കിച്ചണിൽ എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള 2 ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ച് ഈസിയായി വീട്ടിൽ തന്നെ നമുക്ക് എയർ ഡ്രൈ ക്ലേ തയ്യാറാക്കാൻ പറ്റുന്നതാണ്. അത് വെച്ച് സാധാരണ ക്ലേ കൊണ്ടുണ്ടാക്കുന്ന പോലെ തന്നെ നമുക്ക് ഹോം ഡെക്കർ ഐറ്റംസും മറ്റു പല ആവശ്യങ്ങൾക്കും യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നാണ് ഞാനിന്ന് കാണിച്ചു തരാൻ പോകുന്നത്. കുട്ടികൾക്ക് ഇഷ്ടമുള്ള പ്ലേ ഡോ ആയിട്ടോ അവർക്ക് കളിക്കാനും കൊടുക്കാൻ പറ്റുന്നതാണിത്. ഇതിനു വേണ്ടി ഞാൻ ആദ്യമേ തന്നെ മൈദയാണ് എടുത്തിരിക്കുന്നത്. 1 കപ്പ് മൈദക്ക് 1/2 കപ്പ് ഉപ്പും ചേർത്തിട്ടുണ്ട്. എത്ര മൈദ എടുക്കുന്നോ അതിൻ്റെ കറക്റ്റ് ഹാഫ് ക്വാണ്ടിറ്റിയിൽ ഉപ്പ് എടുക്കണം. ഇനി അത് നന്നായി മിക്സ് ചെയ്ത് 1/2 കപ്പ് വെള്ളം കൂടി ചേർത്ത് കുഴച്ചെടുക്കാം. കുറച്ചായിട്ട് വെള്ളം ചേർത്ത് കുഴച്ചെടുക്കാൻ നോക്കുക. വെള്ളം കൂടി പോകരുത്. എനിക്ക് 1/2 കപ്പ് വെള്ളം കൊണ്ട് തന്നെ മാവ് നന്നായി കുഴഞ്ഞു കിട്ടി. ആവശ്യമെങ്കിൽ കുറച്ച് എണ്ണ മുക്കി നമുക്കിത് കുഴച്ചെടുക്കാൻ പറ്റുന്നതാണ്. ഇതിങ്ങനെ തന്നെ നമുക്ക് യൂസ് ചെയ്യാം. ഓരോ ഷേപ്പിലൊക്കെ ആക്കിയിട്ട് പെയിൻറ്റ് ചെയ്താൽ മതിയാവും, സാധാരണ ക്ലേ യൂസ് ചെയ്യുന്നത് പോലെ. അതല്ലെങ്കിൽ ഇതിലേക്ക് അക്രിലിക് കളർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ കളർഫുൾ ക്ലേ ആയിട്ടും നമുക്കിത് യൂസ് ചെയ്യാം. ക്രാഫ്റ്റിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഇങ്ങനെ കളർ മിക്സ് ചെയ്തത് അത്ര നല്ലതായിരിക്കില്ല. കാരണം ഇത് ഉണങ്ങി കഴിയുമ്പോൾ കളർ ഫെയ്ഡ് ആവുന്നുണ്ട്, ലൈറ്റ് കളറായി പോവും. കുട്ടികൾക്ക് കളിക്കാൻ കൊടുക്കുമ്പോൾ നമുക്കിങ്ങനെ കളർ മിക്സ് ചെയ്ത ക്ലേ കൊടുക്കാം. ഇത് നല്ല എയർ ടൈറ്റ് കണ്ടെയ്നറിലാക്കി നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ പറ്റുന്നതാണ്. ജസ്റ്റ് യൂസ് ചെയ്യുന്നതിൻ്റെ ഒരു അരമണിക്കൂർ മുന്നേ പുറത്തെടുത്ത് വെച്ചാൽ മതിയാവും. ഞാനിങ്ങനെ 3-4 ദിവസം വരെ ഈ ക്ലേ യൂസ് ചെയ്തിട്ടുണ്ട്. കളർഫുൾ ക്ലേ ആക്കി കൊടുത്താൽ കുട്ടികൾക്ക് ഒരുപാട് ക്രാഫ്റ്റൊക്കെ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാൻ പറ്റുന്നതാണ്. പുറത്ത് വെച്ച് കഴിഞ്ഞാൽ അധികം നേരം വെച്ച് കഴിഞ്ഞാൽ ഇത് ഡ്രൈ ആവുന്നതാണ്. സാധാരണ എയർ ഡ്രൈ ക്ലേ പോലെയാണിത്. ഇതൊക്കെ എൻ്റെ മക്കളുണ്ടാക്കിയ ചില മോഡൽസാണ്. പക്ഷേ ഡ്രൈ ആയി പിറ്റേ ദിവസം ആയി കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് കാണാം അതിൻ്റെ കളർ ഇത്തിരി ഡിമ്മായിട്ടുണ്ട്. ഇനി നമുക്ക് എങ്ങനെ ഈ ബോട്ടിൽ ആർട്ട് നമ്മളുണ്ടാക്കിയ ക്ലേ വെച്ച് ചെയ്യാമെന്ന് നോക്കാം. ഇതിനായി ഞാൻ 3 ദിവസം മുൻപേ തയ്യാറാക്കി ഫ്രിഡ്ജിൽ വെച്ചിരുന്ന ക്ലേ ആണ് ഉപയോഗിക്കുന്നത്. നന്നായി കവർ ചെയ്ത് ഇങ്ങനെ ഒട്ടും കാറ്റ് കിടക്കാത്ത രീതിയിലാണ് സൂക്ഷിച്ചു വെക്കേണ്ടത്. ഇനി അത് യൂസ് ചെയ്യുന്നതിൻ്റെ 1 മണിക്കൂർ മുന്നേ പുറത്തെടുത്ത് വെച്ചാൽ മതിയാവും. നമുക്കിത് വെച്ച് ഇഷ്ടമുള്ള പോലെ ഷേപ്സ് ഉണ്ടാക്കാം. ഞാൻ ആദ്യമേ ലീഫിൻ്റെ ഷേപ്പാണ് തയ്യാറാക്കിയത്. ഇനി അത് ഗ്ലൂ വെച്ചിട്ട് വേണം നമുക്കിത് സ്റ്റിക്ക് ചെയ്യാൻ. സാധാരണ ക്ലേ പോലെ നേരിട്ടൊട്ടില്ല, നമ്മൾ എക്സ്ട്രാ ഗ്ലൂ യൂസ് ചെയ്യേണ്ടി വരും. ഷേപ്സ് ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം ഒരുപാട് തിന്നായിട്ട് നമ്മൾ എടുക്കരുത്, പെട്ടെന്ന് ഒടിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. ഒരു മീഡിയം തിക്നെസ്സിൽ വേണം ഏത് ഷേപ്പും നമ്മൾ തയ്യാറാക്കാൻ. ഇനി ഇത് നമുക്ക് പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം. ശരിക്കും ഡ്രൈ ആയിട്ട് പെയിൻറ്റ് ചെയ്യുന്നതാണ് നല്ലത്. ഞാൻ ഇപ്പോൾ ഡ്രൈ ആവുന്നതിന് മുമ്പ് പെയിൻറ്റ് ചെയ്തതുകൊണ്ട് അത്ര ശരിയായിട്ടില്ല. പെയിൻറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് അക്രിലിക് കളറോ വാട്ടർ കളറോ ഒക്കെ യൂസ് ചെയ്യാവുന്നതാണ്. ഇങ്ങനെ ഷേപ്സ് ഉണ്ടാക്കി ഒരു 3-4 മണിക്കൂർ നമുക്ക് ഫാനിൻ്റെ അടിയിൽ വെച്ചാൽ ഇത് ഡ്രൈ ആയി കിട്ടും. എന്നിട്ട് വേണം പെയിൻറ്റ് ചെയ്യാൻ. ഞാനിങ്ങനെ ഫ്ലവറിൻ്റെ ഷേപ്പ് കൂടി ഉണ്ടാക്കി വെച്ചിട്ട് അതും പെയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഫസ്റ്റ് ബോട്ടിൽ ആർട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടുത്തതായി നമുക്കിനി എങ്ങനെ ഈ കളർഫുൾ വാൾ ഹാങ്ങിങ് റെഡിയാക്കാം നോക്കാം. അതിനുവേണ്ടി ഇതേപോലെ ഞാൻ ക്ലേ ഇങ്ങനെ പരത്തിയെടുത്ത് അതിലേക്കൊരു കുക്കി കട്ടർ വെച്ചിട്ടാണ് ഞാനിങ്ങനെ ഹാർട്ട് ഷേപ്സ് റെഡിയാക്കിയത്. എപ്പോഴും പരത്തുമ്പോൾ ശ്രദ്ധിക്കുക, ഒരുപാട് തിന്നായി പോകരുത്, ഒരു മീഡിയം തിക്നെസ്സിൽ തന്നെ ആയിരിക്കാൻ ശ്രദ്ധിക്കുക. ഇങ്ങനെ ആവശ്യത്തിന് ഉള്ള നമ്പേഴ്സ് ഓഫ് ഷേപ്സ് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് അതിലേക്ക് ഞാനിങ്ങനെ ഹോൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒരു സ്ക്രൂ ഡ്രൈവറോ അല്ലെങ്കിൽ പെൻസിലോ എന്തെങ്കിലും ഷാർപ്പായിട്ടുള്ള ഒബ്ജക്ട്സ് വെച്ച് ഇങ്ങനെ നമുക്ക് ചെറിയ ഹോൾസ് ഉണ്ടാക്കി കൊടുക്കണം. ഞാനിത് ത്രെഡ് യൂസ് ചെയ്ത് ഹാങ് ചെയ്യാനാണ് വിചാരിക്കുന്നത്, അതുകൊണ്ടാണ് ഇങ്ങനെ ഹോൾസ് ഉണ്ടാക്കിയത്. ഇനി അത് നമുക്ക് ഇഷ്ടമുള്ള പോലെ കളർ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇങ്ങനെ ത്രെഡ് ഉപയോഗിച്ചാണ് ഞാനിത് ഹാങ് ചെയ്തിരിക്കുന്നത്. ഓരോരുത്തരുടെ ഐഡിയാസ് അനുസരിച്ച് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇഷ്ടമുള്ള രീതിയിലൊക്കെ ഇങ്ങനെ ഹാങ്ങിങ് വാൾ ഡെക്കേഴ്സ് ഉണ്ടാക്കാൻ പറ്റും. ഇനി അടുത്തതായി ഈ ബോട്ടിൽ ആർട്ട് എങ്ങനെയാണ് ചെയ്തതെന്ന് കാണിച്ചു തരാം. അതിനുവേണ്ടി ഞാനൊരു ഗോൾഡൻ സ്പ്രേ പെയിൻ്റ് അടിച്ച ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് സ്റ്റിക്ക് ചെയ്യാൻ വേണ്ടി ഗ്രേപ്സ് ഉണ്ടാക്കാൻ വേണ്ടി ഇതേപോലെ നീളത്തിൽ റോൾ ചെയ്തെടുത്ത പ്ലേ ഡോ ഇങ്ങനെ ഈക്വലായി കട്ട് ചെയ്ത് നേരത്തെ ചെയ്ത പോലെ തന്നെ ഗ്ലൂ ഉപയോഗിച്ചാണ് സ്റ്റിക്ക് ചെയ്യുന്നത്. ചെറിയ റൗണ്ട്സ് ആക്കിയെടുത്ത് ഗ്ലൂ ഉപയോഗിച്ച് സ്റ്റിക്ക് ചെയ്യാം. ഞാനിങ്ങനെ ലീവ്സും അതിൻ്റെ സ്ട്രിങ്സൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. ഇത് നന്നായി ഡ്രൈ ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്തു.
നന്നായി ഡ്രൈ ആയതിനു ശേഷം ഇതേപോലെ കളർ ചെയ്തെടുത്തതാണ്. അങ്ങനെ നമുക്ക് നല്ല ഭംഗിയുള്ള ഹോം ഡെക്കേഴ്സൊക്കെ ഈ ക്ലേ ഉപയോഗിച്ച് വളരെ എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. കുട്ടികൾക്ക് ഒരുപാട് നേരം നല്ല ക്രിയേറ്റീവായി ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു DIY ആണിത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻസിലൂടെ നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കണം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.